ഐഫോണിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആൻഡ്രോയിഡിലും നമ്മൾക്ക് അപ്ലിക്കേഷനെ ലോക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു അപ്ലിക്കേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ബാക്ക് അടിക്കാനോ ക്ലോസ് ചെയ്യാനോ പറ്റില്ല. നിങ്ങൾ ആർക്കെങ്കിലും ഫോൺ കൊടുക്കുമ്പോൾ അവർ വേറെ ഏതെങ്കിലും അപ്ലിക്കേഷൻ എടുത്താലോ എന്നുള്ളൊരു പേടി വേണ്ട. സോ ഇതെങ്ങനെ എനേബിൾ ചെയ്യുക എന്ന് പറയുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ ഹാക്കർ സ്പീഡിനെ ഫോളോ ചെയ്യുക. സോ ഇതിനു വേണ്ടി നിങ്ങളുടെ ഫോണിലുള്ള സെറ്റിംഗ്സ് എടുക്കുക, എന്നിട്ട് പിൻ എന്ന് സെർച്ച് ചെയ്യുക. ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഓരോ മൊബൈലിലും ഓരോ പേരുകളായിരിക്കും. വിവോ, ഐക്യു, റിയൽമി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻ പിന്നിങ് എന്നായിരിക്കും. അതേപോലെ സാംസങ്ങിലാണെങ്കിൽ പിൻ ആപ്പ് എന്നായിരിക്കും. ഇനി റെഡ്മി, പോക്കോ ആണെങ്കിൽ അലോ പിന്നിങ് ആപ്സ് എന്ന് കാണും. സോ നിങ്ങളുടെ ഫോണിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് അവിടെ എനേബിൾ ചെയ്യാം. എന്നിട്ട് റീസെന്റ് ആപ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് അപ്ലിക്കേഷൻ ആണോ ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു അപ്ലിക്കേഷന്റെ മേലെയുള്ള ഐക്കൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പിൻ എന്ന് കാണാൻ പറ്റും. അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അവിടെ ലോക്ക് ആയി കഴിഞ്ഞു. ക്ലോസ് ചെയ്യാനോ ബാക്ക് ചെയ്യാനോ പറ്റില്ല. ഇനി ഇത് ഒഴിവാക്കാൻ എങ്ങനെ അൺപിൻ ചെയ്യാന്ന് നോക്കാം. നിങ്ങളുടെ ഗസ്റ്റർ സ്വൈപ്പിംഗ് ആണെങ്കിൽ 2 പ്രാവശ്യം ഇതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ ഇല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ ഗസ്റ്റർ ഇതുപോലെയാണെങ്കിൽ ബാക്ക് ബട്ടണും റീസെന്റ് ടാബും കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺപിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫീച്ചർ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഫ്രണ്ടിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുത്തോ.